നമസ്കാരം. തെരഞ്ഞെടുപ്പ് ഫലം വന്ന് 5 മിനിറ്റിനുള്ളിൽ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ UDF നേതാക്കൾ ഒക്കെ അന്തം വിട്ട് നിൽക്കുകയാണ്. കാരണം 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ദിവസങ്ങൾ കടന്നുപോയിട്ട് ഇപ്പോഴും എപ്പോഴാണ് പ്രഖ്യാപിക്കുക എന്നറിയാതെ ഹൈക്കമാൻഡ് ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുന്ന കാഴ്ചയാണ്. ആ സ്തംഭനത്തിനിടയിൽ ഒരു ദിവസം മുഴുവൻ നീണ്ട സ്തംഭനത്തിനിടയിൽ 3 പ്രധാന നേതാക്കൾ, മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി അടികൂടുന്ന 3 പ്രധാനപ്പെട്ട നേതാക്കൾ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വന്ന സാഹചര്യത്തിൽ അവരുടെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കുന്ന നിർണായകമായ ചില പോയിന്റുകളെക്കുറിച്ചാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നത്. അത് VD സതീശൻ പ്രതിപക്ഷ നേതാവ് ആയി നിന്ന് പോരാടി അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനത്തിന് സ്വാഭാവികമായ അർഹതയുണ്ട് എന്ന് വിശ്വസിക്കുന്ന VD സതീശൻ, അതിലും സീനിയോറിറ്റിയും അദ്ദേഹത്തിൻ്റെ അക്കാലത്തെ അത്രയും പ്രവർത്തനങ്ങളുടെ കൂടി ഫലമാണ് റിസൾട്ട് എന്ന് വിചാരിക്കുന്ന രമേശ് ചെന്നിത്തല, ഇതിനെല്ലാം ചുക്കാൻ പിടിച്ചു എന്ന് അവകാശപ്പെടുകയും MLA-മാരുടെ ഭൂരിപക്ഷ പിന്തുണ ഉണ്ട് എന്ന് മാധ്യമങ്ങളിലൂടെ തന്നെ നമുക്ക് മുന്നിലേക്ക് തെളിയിക്കപ്പെടുകയും ചെയ്ത KC വേണുഗോപാൽ, 3 പേരുടെയും ഈ പകൽ നീണ്ട ചർച്ചക്കൊടുവിൽ വന്ന മുഖഭാവങ്ങളാണ് ഇത്. ഈ മുഖഭാവങ്ങൾ വെച്ചിട്ടാണ് ഇപ്പോൾ എന്താണ് തീരുമാനിക്കപ്പെട്ടത് എന്നുള്ള ചർച്ച വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനം KC വേണുഗോപാലിൻ്റെ, അപ്പുറത്ത് നിൽക്കുന്ന KC വേണുഗോപാലിൻ്റെ ഭാവമാണ്. അദ്ദേഹം കാണാൻ വളരെ നിരാശനായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിരാശയുടെ ഉള്ളിൽ എന്താണ് എന്നുള്ള ചർച്ച അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിൽ സാധാരണ കാണാത്തതാണ്. അത്രമാത്രം നിരാശയാണ്. അദ്ദേഹം ഈ മാധ്യമങ്ങളെ കണ്ട നേതാക്കളുടെ മുന്നിൽ കാണിച്ച പ്രകടനം സാധാരണ ഭാവം വരാറില്ലാത്തതാണ്. അതിൽ കുനിഞ്ഞു നിന്നുകൊണ്ട്, മുഖം താഴ്ത്തി നിന്നുകൊണ്ട് അദ്ദേഹം നിൽക്കുന്നത് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ആകാംക്ഷ പലർക്കുമുണ്ട്. ഒന്നാമത്തെ കാര്യമായി വിലയിരുത്തപ്പെടുന്നത് വേണുഗോപാലിന് ഇനി മുഖ്യമന്ത്രിയാകാൻ ഇത്രയും പിന്തുണയുണ്ടായിട്ടും കഴിയില്ല, അത് VD സതീശനെ തീരുമാനിച്ചു എന്നുള്ളതാണ് ഒരു കൂട്ടർ അവകാശപ്പെടുന്നത്. എതിരാളികളൊക്കെ അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ നടത്തുന്നുണ്ട്. രണ്ടാമതായി വേണുഗോപാലിൻ്റെ ആരാധകർ വിചാരിക്കുന്നത് KC വേണുഗോപാൽ ഇത്രയും MLA-മാരുടെ പിന്തുണ ലഭിച്ച ഒരാൾ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയെ ആക്കാതിരിക്കാൻ ഹൈക്കമാൻഡിന് പറ്റില്ല. കേരളത്തിൽ ഒരു 1.5 പതിറ്റാണ്ടായി കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്ന രീതിയൊക്കെ മാറിയിട്ടുണ്ട്. കേരളത്തിൽ ഒരു പതിറ്റാണ്ടായി ഭരണമില്ലാത്തതുകൊണ്ട് അതിൻ്റെ മാറ്റം ഇവിടെ നമുക്ക് പ്രത്യക്ഷത്തിൽ അനുഭവമില്ല എന്നേ ഉള്ളൂ. നമുക്ക് മുമ്പ് അറിയുന്ന മുഖ്യമന്ത്രിമാർ, അത് K കരുണാകരനും AK ആൻ്റണിയും ഉമ്മൻചാണ്ടിയും ഒക്കെ നേരത്തെ തന്നെ നമ്മുടെ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ നമുക്കറിയാം, ജയിച്ചാൽ മൂപ്പര് മുഖ്യമന്ത്രിയാവുമെന്ന് നമുക്കറിയാം. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു വരാറുള്ളത്. എന്നാൽ ഈ പുതിയ നേതൃത്വം, രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം പാർട്ടി ഏറ്റെടുത്തതിന് ശേഷം ഏറ്റവും ഒടുവിൽ കണ്ട അനുഭവങ്ങളൊന്നും അങ്ങനെയല്ല. അത് രാജസ്ഥാൻ മുതൽ ഛത്തീസ്ഗഡ് മുതൽ ഹിമാചൽ പ്രദേശ് വരെ നീളുന്ന അനുഭവങ്ങൾ അങ്ങനെയല്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാണ് തീരുമാനിക്കുക. അത് ചിലപ്പം ഇപ്പോൾ BJP ചെയ്യുന്നത് പോലെ, യോഗിനെയൊക്കെ നിശ്ചയിക്കുന്നത് പോലെ തന്നെ അത് MLA തന്നെ ആവണം എന്നില്ല അവിടെ മുഖ്യമന്ത്രിയായി വരുന്ന ആൾ. അങ്ങനെ ഒരു ശൈലിയാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. നമുക്കറിയാം, അശോക് ഗെഹ്ലോട്ടൊക്കെ ഈ പിന്തുണ കാണിക്കാൻ പോയ അനുഭവം നമ്മൾ മുമ്പിലുണ്ട്. അന്നും ഇതുപോലെ ഹൈക്കമാൻഡിൻ്റെ മുമ്പിൽ വെച്ച പേപ്പറിൽ എഴുതി വെച്ച കാര്യം മാധ്യമങ്ങൾ ചിത്രമെടുത്ത് പ്രസിദ്ധീകരിച്ചതും നമ്മുടെ ഓർമ്മയിലുണ്ട്. അതുപോലെയാണ് ഇപ്പോൾ മുകുൾ വാസ്നിക്ക് KCക്കുള്ള പിന്തുണയുടെ KC RC എന്നൊക്കെ ഇടയിൽ എഴുതിയ ആ പട്ടിക ഓരോ MLA-മാരുടെ അഭിപ്രായം രേഖപ്പെടുത്തിയത് ഇന്ത്യൻ എക്സ്പ്രസ്സിലൂടെ പുറത്തു വന്നത്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ സമീപകാലത്ത് ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്ന് കേരളത്തിൽ ഉണ്ടായ ഈ അനുഭവത്തിൽ നിന്ന് സ്വാഭാവികമായ മുഖ്യമന്ത്രി എന്ന നിലയിൽ VD സതീശൻ വരാൻ അങ്ങനെയുള്ള സാധ്യത വളരെ കുറവാണ് എന്നും ആ തീരുമാനം ഹൈക്കമാൻഡ് കൈക്കൊണ്ടിട്ടുണ്ടാകണമെന്നും അത് പുറമേക്ക് അറിയിക്കുമ്പോൾ ഉണ്ടാകാനിടയുള്ള സംഘർഷത്തെക്കുറിച്ച് ആലോചിച്ചിട്ടുള്ള മാനസിക വ്യഥയാണ് KCയുടെ മുഖത്ത് എന്നും വായിക്കുന്നവരും ഉണ്ട്. മാത്രമല്ല, ഇത് VD സതീശൻ ഇങ്ങനെ വലിയ തോതിൽ ആൾക്കൂട്ടത്തെ വെച്ച് ഹൈക്കമാൻഡിനെ സമ്മർദ്ദത്തിലാക്കുന്ന ഘട്ടത്തിൽ ഇനി രമേശ് ചെന്നിത്തലയെ തീരുമാനിക്കേണ്ടി വന്നുവോ എന്നുള്ള സംശയവും KCയുടെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കുന്നുണ്ട്. ഏതർത്ഥത്തിലും തീരുമാനം ഏതായാലും സമ്മർദ്ദത്തിലാകുന്ന ഒന്നാമത്തെ ആൾ KCയാണ്. അത് VD സതീശനെ മുഖ്യമന്ത്രിയാക്കിയാലായിക്കോട്ടെ, ഇനി KCയെ തന്നെ മുഖ്യമന്ത്രി ആക്കിയാലായിക്കോട്ടെ, ചെന്നിത്തലയെ മുഖ്യമന്ത്രി ആക്കിയാലായിക്കോട്ടെ. കാരണം അതിൻ്റെയൊക്കെ നേതൃനിരയിൽ നിൽക്കുന്ന, തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന ബോഡിയുടെ ഒന്നാമത്തെ കൂട്ടത്തിൽ നിൽക്കുന്ന ആൾ ആണ് അദ്ദേഹം. KC തന്നെയാണ് ഹൈക്കമാൻഡിൽ നിന്ന് നമ്മൾ MM നസീറിനെയൊക്കെ പോലുള്ള നിയുക്ത MLA-മാർ പരസ്യമായി തന്നെ പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളത് കൂടി വസ്തുതയാണ്. പണ്ട് ഏഷ്യാനെറ്റ് ന്യൂസിലൊരു അഭിമുഖത്തിൽ നിശാന്ത് മ്ലാവിലെ വീട്ടിൽ ചോദിച്ചു KCയോട്, നിങ്ങളല്ലേ ഹൈക്കമാൻഡ് എന്ന് ചോദിച്ചൊരു ചോദ്യം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹം തന്നെയാണ് ഹൈക്കമാൻഡ് എന്ന് നമുക്ക് അറിയുന്ന ഘട്ടത്തിലാണ് ഹൈക്കമാൻഡിൻ്റെ തീരുമാനത്തിൽ വിട്ടത് എന്നുള്ള യാഥാർത്ഥ്യം കൂടിയുണ്ട്. എന്തായാലും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയൊക്കെ അവിടെ ഉണ്ട് എന്നുള്ളതാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരേ ഒരു ആശ്വാസം. ഈ ഘട്ടത്തിലാണ് KCയുടെ മുഖഭാവം വരുന്നത്. രണ്ടാമത്തേത്
രമേശ് ചെന്നിത്തലയുടേതാണ്. രമേശ് ചെന്നിത്തലയുടെ മുഖഭാവം കണ്ടിട്ട് കാര്യമായി ആരും വായിച്ചെടുക്കുന്നത്, കാരണം ഇവർ രണ്ടുപേരുടെയും അടി കഴിഞ്ഞിട്ട് വേണം എൻ്റെ കാര്യത്തിൽ തീരുമാനമാക്കാൻ. അതുകൊണ്ട് മൂത്ത അടികൾ നടക്കുന്നത് KCയുടെയും ഒപ്പം VD സതീശൻ്റെയും അവകാശവാദങ്ങളിൽ മേലാണ്. അതുകൊണ്ട് അതിനിടയിൽ വല്ല സമവായ സാധ്യതയുണ്ടെങ്കിൽ മാത്രമേ ചെന്നിത്തലയ്ക്ക് സ്കോപ്പുള്ളൂ എന്നുള്ളതുണ്ട്. അതുകൊണ്ട് ചെന്നിത്തല കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ള മട്ടിലാണ് നിൽക്കുന്നത് എന്നുള്ള വസ്തുത ഇപ്പോഴുണ്ട്. ചെന്നിത്തല ഒരു സമവായ സ്ഥാനാർത്ഥി ആയില്ലെങ്കിൽ ആദ്യം ആശ്വസിപ്പിക്കേണ്ടത് VDയെയും KCയെയുമാണ്. അതുകൊണ്ട് അവരുടെ കാര്യത്തിൽ തീരുമാനം ആക്കിയാൽ തന്നെ അവരിൽ ഒരാളെ ആക്കേണ്ടി വരും. അപ്പോൾ പിന്നെ ചെന്നിത്തലയുടെ അടുത്തേക്ക് ഇത് എത്താനുള്ള സാധ്യത 10-20% മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് വിലയിരുത്തൽ. അതുകൊണ്ട് ചെന്നിത്തലയ്ക്ക് ഇപ്പോൾ എന്ത് സംഭവിച്ചാലും ഇത്രയൊക്കെ തനിക്ക് കിട്ടുള്ളൂ. കാരണം കൂടെയുള്ള ആളുകളൊക്കെ മുഖ്യമന്ത്രിമാരും കേന്ദ്രത്തിൽ പ്രധാനപ്പെട്ട പദവികളിലൊക്കെ ഇരുന്ന ആളുകളായി മാറി. ശിഷ്യന്മാർ തന്നെ മുഖ്യമന്ത്രിയായ കഥ ചെന്നിത്തല തന്നെ പറയാറുണ്ട്. അതുകൊണ്ട് ദേശീയ തലത്തിൽ തന്നെ വലിയ ഒരു ബിംബമായി കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഒക്കെ കൊണ്ടുവരുന്ന ഒരാൾ കൂടിയാണ് ചെന്നിത്തല. ഇപ്പോഴും പ്രധാന പ്രശ്നങ്ങൾ, മഹാരാഷ്ട്രയിലൊക്കെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ അദ്ദേഹമാണ് നിയോഗിക്കപ്പെടുന്നത് എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. പക്ഷേ ഇവിടെ കിട്ടാൻ പാടാണ്. ഓരോ ഘട്ടത്തിൽ ഓരോ പാരകൾ വരികയാണ് എന്നുള്ള ബോധം ചെന്നിത്തലയ്ക്കുണ്ട്. മൂന്നാമത്തേതാണ് സുപ്രധാനമായ ആൾ VD സതീശൻ. VD സതീശൻ്റെ മുഖത്ത് എന്താണെന്ന് വായിച്ചെടുക്കാൻ ആളുകൾക്ക് പറ്റുന്നില്ല. VD സതീശന് കിട്ടും എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ. അതിനനുസരിച്ചിട്ടുള്ള പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ നാട്ടിൽ നടന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ റിസൾട്ട് കിട്ടും എന്ന് തന്നെയാണ് അദ്ദേഹം വിചാരിക്കുന്നത്. പിന്നെ ഇങ്ങനെ ഒരു 10 വർഷത്തെ ഭരണമില്ലായ്മയിൽ നിന്നും തിരിച്ചു കൊണ്ടുവന്ന ആൾ എന്നുള്ള ഇമേജ് അദ്ദേഹത്തിന് തുണയ്ക്കും. ഒപ്പം കേരളം അങ്ങോളം ഇങ്ങോളം നടത്തിയ പ്രതികരണങ്ങൾ, പ്രകടനങ്ങളൊക്കെ അദ്ദേഹത്തെ തുണക്കും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതീക്ഷ. അതിൻ്റെ ആശ്വാസമാണ് മുഖത്തുള്ളത് എന്ന് വായിക്കുന്നവരുണ്ട്. മറ്റൊന്ന്, ഓപ്പോസിറ്റായ ഒരു സമീപനം ഹൈക്കമാൻഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സംഘർഷത്തെ മറക്കാനുള്ള ഭാവ വ്യത്യാസമാണ് അദ്ദേഹം പ്രകടിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് ഒരു ഭാഗത്ത്. ഇതിനൊക്കെ മുമ്പിൽ സണ്ണി ജോസഫ് നിന്ന് അഭിനയിക്കുകയും ചെയ്യുന്നുണ്ട്. ചുരുക്കത്തിൽ സതീശനെ കേന്ദ്രീകരിച്ചുള്ള ചർച്ചകളാണ് പ്രധാനമായി വരുന്നത്. ഹൈക്കമാൻഡിൻ്റെ മുമ്പിലേക്ക് ചർച്ചകളിൽ സതീശനുണ്ടായിരുന്ന മേൽക്കൈ ഈ പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും നഷ്ടപ്പെടുത്തി എന്ന വിലയിരുത്തലുണ്ട്. കാരണം കേരളത്തിൽ ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് വളരെ ഗുണപരമായൊരവസ്ഥ, റിസൾട്ട് 102 സീറ്റ്, പോസിറ്റീവായ അവസ്ഥയൊക്കെ ഉണ്ടായിരുന്ന ഘട്ടത്തിൽ ഈ ഒരു 2-3 ദിവസങ്ങളിൽ ഏറ്റവും വലിയ ഡാമേജ് ആയിരുന്നത് ഈ വലിയ പ്രകടനങ്ങളാണ്. പ്രകടനങ്ങൾ എന്ന് പറഞ്ഞാൽ അതിര് കടന്ന പ്രകടനാത്മകമായ പ്രകടനങ്ങൾ. ഇപ്പോൾ സ്വന്തം ദേഹത്ത് മണ്ണെണ്ണ ഒഴിച്ച് തീക്കൊളുത്തി മരിക്കുമെന്ന്, സതീശനെ മുഖ്യമന്ത്രിയാക്കിയില്ലെങ്കിൽ മരിക്കും എന്ന് പറയുന്ന ഒരു പ്രകടനം. അപ്പോൾ ആ മണ്ണെണ്ണക്ക് പകരം അത് കളർ വെള്ളമാണ് എന്നുള്ള ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അതിൻ്റെ വിശദാംശങ്ങളടക്കം പുറത്തു വരികയാണ്. ഒപ്പം തലസ്ഥാനത്തടക്കം KC വേണുഗോപാലിനെതിരായ പ്രകടനങ്ങൾ ഉമ്മൻചാണ്ടിയാണോ പിന്നെ വേറെ കരുണാകരനാണോ എന്നൊന്നും നോക്കാതെ ചിത്രങ്ങൾ, ഉമ്മൻചാണ്ടിയുടെ ചിത്രങ്ങൾ വലിച്ചു കീറുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഡൽഹിയിലോ കേരളത്തിൽ നിന്ന് പോയ KC വേണുഗോപാലും രാഹുൽ ഗാന്ധിയും കൂടി ഇന്ത്യയിൽ ഭയങ്കര മോദി വിരുദ്ധ പോരാട്ടമാണ് എന്ന ചർച്ചകളും പ്രശംസകളും ചുരിഞ്ഞ മുസ്ലിം ലീഗും അതിൻ്റെ അനുബന്ധ പോഷക സംഘടനകളും MSF വരെയുള്ള ആളുകൾ KC BJPയുടെ ചാരനാണ്, ഈ രാഹുൽ ഗാന്ധിനെ ഈമട്ടിലാക്കിയത് KC ആണ്, അയാളെയാണോ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത് എന്ന് പറഞ്ഞ് MSFൻ്റെ അടക്കം ആളുകൾ സതീശന് വേണ്ടി മുദ്രാവാക്യം വിളിച്ച് ആക്ഷേപങ്ങൾ ചൊരിയുന്ന ഒരു ഭാഗത്ത് കാണുന്നു. അങ്ങനെ ആകപ്പാടെ അങ്കലാപ്പായ കാഴ്ചയാണ് എന്ന് പറയേണ്ടതുണ്ട്. ഈ സാഹചര്യം ഒരുപക്ഷെ സതീശന് തിരിച്ചടിയാകുമോ എന്നുള്ളതാണ് ഒരു വിഭാഗം നോക്കുന്നത്. അത്തരത്തിലുള്ള പിന്തുണ പ്രത്യേകിച്ചും ചർച്ച ചെയ്യപ്പെടും ദേശീയ തലത്തിൽ. ജമാഅത്തെ ഇസ്ലാമി പിന്നെ മുസ്ലിം ലീഗിനെയൊക്കെ വെച്ചുകൊണ്ടുള്ള നറേറ്റീവുകൾക്ക് സാധ്യതയുണ്ട് എന്നുള്ള ചർച്ചകളാണ് ഒരു ഭാഗത്ത് നടക്കുന്നത്. ഇപ്പം തന്നെ നോർത്ത് ഇന്ത്യയിലൊക്കെ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു ദൃശ്യമുണ്ട്. കേരളത്തിൽ സുഭാഷ് ചന്ദ്രബോസിൻ്റെയും ഭഗത് സിംഗിൻ്റെയും ഒക്കെ ചിത്രമുള്ള, ചെഗുവേരയുടെ ഒക്കെ ചിത്രമുള്ള LDFൻ്റെ പ്രചരണ കമാനങ്ങളൊക്കെ കെട്ടിവെച്ചിരിക്കുന്ന തകർക്കുന്ന ദൃശ്യങ്ങൾ, ലീഗുകാരുടെ കൊടി വന്ന് പച്ചക്കൊടി വന്ന് തകർക്കുന്ന ദൃശ്യങ്ങൾ എടുത്ത് നോർത്ത് ഇന്ത്യയിലേക്ക് ഭയങ്കരമായ പ്രചരണങ്ങളാണ്. അതിൻ്റെയൊക്കെ തുടർച്ചയായിട്ട് സതീശന് വേണ്ടിയിട്ടുള്ള പ്രചരണങ്ങളിലെ ദൃശ്യങ്ങളും ഭാവിയിൽ ദുരുപയോഗപ്പെടുത്തുമോ എന്ന് ഹൈക്കമാൻഡിന് ആശങ്കയുണ്ട്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്നപ്പോൾ ലീഗിൻ്റെ കൊടി ഒളിപ്പിച്ചു വെക്കണമെന്ന് നിർദ്ദേശം കൊടുത്ത ആളാണ്, നമുക്കറിയാം. അത്തരത്തിലുള്ള പ്രതിസന്ധികൾ അവർക്ക് മുന്നിലുണ്ട്. അതുകൊണ്ട് സതീശൻ ഈ പ്രകടനങ്ങൾ ദോഷകരമായി ബാധിക്കുമോ എന്നുള്ളതാണ് ഒരു ഭാഗത്ത് നിൽക്കുന്ന ചോദ്യം. എന്തായാലും ഉടൻ തീരുമാനമെടുക്കുക എന്നുള്ളത് പ്രധാനമാണ്. ഇപ്പോൾ ഈ 10-15 കൊല്ലമായി എടുക്കുന്ന ഒരു ശൈലി അവർ സ്വീകരിച്ചു ഹൈക്കമാൻഡ്. ആദ്യം ഈ തർക്കമുള്ള ആളുകളെ വിളിച്ചു വരുത്തി, ഇനി അതിൻ്റെ ആദ്യത്തെ അജണ്ടയായി കേരളത്തിലെ ഈ പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും ആവശ്യങ്ങളും അത്തരത്തിലുള്ള സമീപനങ്ങളെ ഇല്ലാതാക്കുക. അതിനുവേണ്ടിയാണ് ഈ 3 പേരെയും മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുത്തിക്കൊണ്ട് നിർദ്ദേശങ്ങൾ കൊടുത്തത്. അതിൻ്റെ ഭാഗമായിട്ട് ഈ ബോർഡുകളും കമാനങ്ങളൊക്കെ മാറ്റുക ഓരോരുത്തർക്ക് വേണ്ടിയിട്ടുള്ളത്. ഒപ്പം ഇനി പ്രകടനങ്ങൾ ഉണ്ടാകാതിരിക്കുക എന്നുള്ളത് ആദ്യഘട്ടം കഴിഞ്ഞു. ഇനി രണ്ടാമത്തേത്
അതിനനുസരിച്ചിട്ട് നിർദ്ദേശങ്ങൾ പോയതിന് ശേഷം അണികൾ മുഖ്യമന്ത്രിയെ സ്വീകരിക്കാൻ അല്ല അതാരായാലും ഉൾക്കൊള്ളാൻ തയ്യാറായിരിക്കുക എന്നുള്ളതാണ്. അത് ഒരുപക്ഷെ ഇന്നത്തോടുകൂടി പൂർത്തിയാകും. ഉടനെ ഒരാളെ ഹൈക്കമാൻഡ് തീരുമാനിക്കും. അത് KC വേണുഗോപാലാകും എന്ന് ഒരു ഭാഗത്തൊക്കെ വാർത്തകൾ വരുന്നു. അത് VD സതീശനാകും എന്നൊക്കെ വരുന്നു. അതായത് ചെന്നിത്തലയുടെ പേര് അവിടെ നിലവിൽ വന്നിട്ടില്ല. പക്ഷേ അത്ഭുതങ്ങൾ സംഭവിച്ചേക്കാം. നിലവിലെ മറ്റ് സ്റ്റേറ്റുകളിൽ ഈ കാലത്ത് വന്ന രീതികൾ വെച്ച് നോക്കുമ്പോൾ അവരുടെ തീരുമാനങ്ങളാണ്. എന്തും സംഭവിക്കാം എന്നുള്ള ഒരു കാര്യം നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് ആത്യന്തികമായി പ്രതീക്ഷ ജനങ്ങൾ മുന്നോട്ട് വച്ചത് അതിന് ഡാമേജ് ഉണ്ടാക്കുന്ന വിധത്തിലുള്ള പ്രകടനങ്ങൾ നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നുള്ളതാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ സാഹചര്യം പ്രധാനമാണ്. പക്ഷേ ഇന്നലെ എന്താണ് സംഭവിച്ചത് അവിടെ എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. ഈ 3 മുഖഭാവങ്ങൾക്ക് പിന്നിൽ അവിടെ പകൽ നേരം മുഴുവൻ എന്താണ് സംഭവിച്ചത്? ഇവർ ഒരുമിച്ചാണോ? അവരുടെ സൗഹൃദമാണോ? അല്ലെങ്കിൽ ഇത് സൗഹാർദ്ദ മത്സരമാണോ എന്നൊക്കെയുള്ള ചോദ്യമുണ്ട്. ഇന്ന് മനോരമയിൽ ഒരു ചെറിയ വാർത്ത, അനുബന്ധ വാർത്തയുണ്ട്. അത് ഞാൻ നിങ്ങളോട് പറയാം. കറങ്ങിത്തിരിഞ്ഞൊരു ചോദ്യം മുഖ്യമന്ത്രിയായോ എന്ന തലക്കെട്ടിലാണ്. കേരള ഹൗസിൽ മുഴുവൻ സമയവും തങ്ങിയത് പ്രതിപക്ഷ നേതാവ് VD സതീശനും KPC അധ്യക്ഷൻ സണ്ണി ജോസഫുമായിരുന്നു. ഇരുവരും ഒന്നിച്ചുള്ള ഒരു ഫ്രെയിം, ഒരു ഫോട്ടോ കിട്ടാത്ത നിരാശ ഫോട്ടോഗ്രാഫർമാർക്ക്. രമേശ് ചെന്നിത്തല ഇടക്ക് വന്നു, അല്പം വിശ്രമിച്ചിട്ട് മടങ്ങി. പതിവ് പോലെ സതീശൻ്റെ മുറിയിൽ വിദ്യാർത്ഥികളടക്കം ആളും ആരവവും, സതീശൻ്റെ വക പുസ്തക ചർച്ച, തെരഞ്ഞെടുപ്പ് വിശകലനം. അതിനിടയിലും UDFനെ വിജയത്തിലേക്ക് നയിച്ച നേതാക്കൾ അന്യോന്യം മിണ്ടിയില്ല. ഊണ് കഴിക്കാനോ കൂടിയാലോചന നടത്താനോ മുറിയിലേക്ക് എത്തുന്ന പതിവിനും നിന്നുകൊടുത്തില്ല. ഫോട്ടോയിൽ പോലും ഒന്നിച്ചു വരാതിരിക്കാനുള്ള ജാഗ്രതയോടെയായിരുന്നു വൈകിട്ട് വരെ നേതാക്കളുടെ നീക്കം. മാധ്യമങ്ങൾ മുന്നിൽ വന്നപ്പോൾ ഒന്നും പറയാനില്ലെന്ന് തീരുമാനിച്ചുറപ്പിച്ച ഭാവത്തിൽ പ്രതിപക്ഷ നേതാവ് സണ്ണി ജോസഫിന് ചുറ്റിലും മാധ്യമ പട വലയം വെച്ചു. ഒരുവിധം അദ്ദേഹവും പുറത്തു കടന്നു. 3:30 കേരള ഹൗസിൽ നിന്ന് പുറപ്പെട്ട ഇരുവരും ഖാർഗെയുടെ വസതിയിൽ ആദ്യം എത്തി. പിന്നാലെ ചെന്നിത്തല, മുകുൾ വാസ്നിക്, അജയ് മാക്കൻ, ദീപാദാസ് മുൻഷി. ഇന്നലെ പകൽ മുഴുവൻ ലോധി റോഡിലെ ഔദ്യോഗിക വസതിയിലായിരുന്ന KC വേണുഗോപാലും 4 കഴിഞ്ഞതോടെ യോഗത്തിനെത്തി. സുരക്ഷാ വാഹനങ്ങളുടെ അകമ്പടിയോടെ ഏറ്റവും ഒടുവിൽ രാഹുൽ ഗാന്ധി എത്തി. ഖാർഗെയുടെ വീടിൻ്റെ കവാടം അടഞ്ഞുകിടന്ന 3 മണിക്കൂറുകൾക്ക് ശേഷം നേതാക്കളെല്ലാം ഒന്നിച്ച് വരുമ്പോൾ തീരുമാനമായിരുന്നു കേരളം പ്രതീക്ഷിച്ചത്. ഒരു തീരുമാനം. മുഖ്യമന്ത്രി ആരെന്ന ബ്രേക്കിംഗ് ന്യൂസിനായി ബഹളം. തീരുമാനം ആയില്ലെന്ന പ്രഖ്യാപനത്തോടെ പെട്ടെന്ന് നിശബ്ദതയിലേക്ക് മടക്കം. ഇതാണ് ഇന്നലെ നടന്നത് എന്നാണ് മനോരമ പറയുന്നത്. ഒപ്പം ഈ സാഹചര്യം ആകുലപ്പെടുത്തുന്നത് ജനാധിപത്യ വിശ്വാസികളെയാണ് എന്നുള്ളത് മാതൃഭൂമി അവരുടെ മുഖപ്രസംഗത്തിലൂടെ വ്യക്തമാക്കുന്നു. ജനവിധിയോട് അനാദരം കാട്ടരുത് എന്ന് മുഖപ്രസംഗം എഴുതിയിരിക്കുന്നു മാതൃഭൂമി. ആ മുഖപ്രസംഗത്തിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ ഞാൻ പറയാം. ഒന്നാമതായി അവർ പറയുന്നത് ഇത് ഒരു ഇരുട്ടിൽ തപ്പുന്ന സാഹചര്യം നാണക്കേടുണ്ടാക്കുന്നതാണ് എന്ന് തന്നെയാണ്. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നിട്ട് ദിവസങ്ങളായിട്ട് മുഖ്യമന്ത്രി നിശ്ചയിക്കാൻ കഴിയാതെ കോൺഗ്രസ് നേതൃത്വം ഇരുട്ടിൽ തപ്പുകയാണ്. ജനങ്ങൾ നൽകിയ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിന് പകരം അധികാരത്തിനായി ഗ്രൂപ്പുകൾ തിരഞ്ഞ് കലഹിക്കുന്നത് ജനവിധിയോടുള്ള കടുത്ത അനാദരവാണെന്ന് പറയാതെ വയ്യ. മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഒരു പരിധിവരെ സ്വാഭാവികമാണ്, പ്രത്യേകിച്ച് കോൺഗ്രസ് പോലത്തെ പാർട്ടിയിൽ, എന്ന അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള പാർട്ടിയിൽ. എന്നാൽ അത് പൊതുസമൂഹത്തിന് മുന്നിൽ തെരുവ് പ്രതിഷേധങ്ങളായും ഗ്രൂപ്പ് പോരുകളായും വരുന്നത് ആശങ്കാജനകമാണ്. കോൺഗ്രസ് പ്രവർത്തകർ മുതിർന്ന 3 നേതാക്കളുടെ പേരിൽ ചേരി തിരിഞ്ഞ് മുദ്രാവാക്യം വിളിക്കുകയും സാമൂഹിക മാധ്യമങ്ങളിലൂടെയും പൊതുവേദികളിലൂടെയും പരസ്പരം വിമർശനങ്ങൾ നടത്തുകയും ചെയ്യുന്നത് വലിയ പാരമ്പര്യമുള്ള ആ പാർട്ടിയുടെ രാഷ്ട്രീയ പക്വതയെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ് എന്നാണ് മാതൃഭൂമി പറയുന്നത്. ഗ്രൂപ്പ് താല്പര്യങ്ങൾക്ക് വേണ്ടി ഗ്രൂപ്പ് ഇല്ല എന്ന് പറഞ്ഞ് പ്രവർത്തിക്കുന്ന ആളുകളെ മുൻനിർത്തി 3 പേരുടെ അണികൾ നടത്തുന്ന ഈ പോക്ക് ശരിയല്ല എന്നാണ് മാതൃഭൂമി പറയുന്നത്. ഇത് അപകടമാണ്. ഇത് സൂചന മര്യാദകളൊന്നും ബാധകമല്ല എന്ന് വിചാരിക്കുന്ന നേതൃത്വത്തിൻ്റെ അടയാളമാണെന്നാണ് മാതൃഭൂമി പറയുന്നത്. എന്തായാലും അവർ കൺക്ലൂഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചുമതല ഇപ്പോൾ ഹൈക്കമാൻഡിൻ്റെ കയ്യിലാണ്. എത്രയും വേഗം തർക്കം പരിഹരിക്കണം, ഉചിതമായ തീരുമാനം പ്രഖ്യാപിക്കണം. വ്യക്തി താല്പര്യങ്ങളല്ല, ഐക്യമാണ് പ്രധാനമെന്ന് നേതാക്കളെ ബോധ്യപ്പെടുത്തണം. അധികാര വിഭജനത്തിൽ എല്ലാവർക്കും സ്വീകാര്യമായ ഒത്തുതീർപ്പിൻ്റെ പാത സ്വീകരിക്കാൻ നേതാക്കൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണം. വ്യക്തിപരമായ സ്വാർത്ഥ താല്പര്യങ്ങളെക്കാൾ വലുതാണ് പാർട്ടിയെന്നും അതിനേക്കാൾ വലുതാണ് ജനാധിപത്യമെന്നും തിരിച്ചറിയാൻ വൈകരുത്. അധികാരം കൈയടക്കാനുള്ള ലൈസൻസ് അല്ല, മറിച്ച് ജനങ്ങളെ സേവിക്കാനുള്ള അവസരമാണ് ലഭിച്ചിരിക്കുന്നതെന്ന തിരിച്ചറിവോടെ തർക്കങ്ങൾ അവസാനിപ്പിച്ച് ഐക്യത്തോടെ മുന്നോട്ട് പോകാൻ കോൺഗ്രസ് തയ്യാറാവുകയാണ് വേണ്ടത് എന്നാണ് മാതൃഭൂമിയുടെ ആഹ്വാനം. ഇത് വസ്തുനിഷ്ഠമാണ്. ജനങ്ങൾ വോട്ട് ചെയ്ത് പ്രതീക്ഷയോടെ അധികാരത്തിലേറ്റി മുഴുവൻ സമയം അതിനുശേഷം ഇമാതിരി തർക്കങ്ങളിൽ ഏർപ്പെടുന്നത് ജനാധിപത്യത്തിൻ്റെ നല്ല ഗുണത്തിനല്ല എന്ന് ഉറപ്പാണ്. ഈ സാഹചര്യത്തിൽ ഇനി പ്രതീക്ഷ നിറവേറ്റാനുള്ള നല്ല ബുദ്ധിയാണ് അവർക്ക് തോന്നേണ്ടത്. ഇത്രയും ദിവസം ഈ തർക്കങ്ങൾക്കൊക്കെ ഒടുവിൽ മുഖ്യമന്ത്രി വരും, അവരുടെ പ്രകടന പത്രികയിലെ കാര്യങ്ങളിലേക്ക് മന്ത്രിസഭാ യോഗം കടക്കും. അപ്പോഴൊക്കെ ഇത്
അവിടെ ഒരു അടയാളമായി അവരുടെ പ്രവർത്തനത്തിൻ്റെ ഈ ഒരു ഡാമേജായി അവരുടെ മുകളിൽ ഇങ്ങനെ നിൽക്കും എന്നുള്ള വസ്തുത എങ്കിലും ഓർമ്മിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുന്ന കാര്യത്തിലേക്ക് കടക്കുമെന്ന് പ്രതീക്ഷിക്കാം. നന്ദി, നമസ്കാരം.